ഹലോ! അങ്ങനെ പവിത്രം പുതിയ പ്രൊമോല് നമ്മുടെ തേയിലത്തോട്ടത്തിന്റെ നടുവിലുള്ള ആ ഒരു കൊച്ചു വീട്ടിലുള്ള വേദയുടെയും വിക്രത്തിന്റെയും ആ ഒരു പ്രണയ മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. വേദയാണെങ്കില് ചുരിദാറൊക്കെ മാറ്റി നൈറ്റിയൊക്കെ ഇട്ട് ആ ഒരു വൻ സെറ്റപ്പായിട്ട് ശരിക്കും വീട്ടമ്മയായിട്ട് മാറിക്കഴിഞ്ഞു. നൈറ്റിയൊക്കെ മടക്കി കുത്തി നമ്മുടെ വിക്രത്തിന് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു കിടിലൻ രംഗങ്ങളൊക്കെ തന്നെയാട്ടോ. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് നമ്മുടെ വേദയും വിക്രവും അവരുടെ ജോലി ചെയ്യുന്ന അതായത് തേയില നുള്ളാൻ ചേച്ചിമാരുണ്ടാവുമല്ലോ അവരുടെ ഇടയിലോട്ട് ഇറങ്ങി ഇവരും തേയിലയൊക്കെ നുള്ളി എന്താ പറയാ പണിയെടുത്ത് കാശുണ്ടാക്കി അതില് കഷ്ടപ്പെട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുവാട്ടോ. അപ്പൊ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ജീവിതം. ലളിതമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കിയും എന്താ പറയാ ഇവരുടേതായിട്ടുള്ള ഒരു പ്രണയവും പാട്ടുപാടലും ആ ഒരു തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടിയുള്ള പാട്ടും എന്താ ആട്ടവും പാട്ടവും എല്ലാം കൂടിയ ഒരു കിടിലൻ റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചത്. പക്ഷെ ഏറ്റവും ഒടുവില് ഒരു രംഗം നമ്മളെ കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല നമ്മുടെ വേദയും വിക്രവും ഒരു ദിവസം ഇങ്ങനെ രാത്രി പുറത്തിരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് തിരികെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ വിക്രത്തിന് കൂട്ടുകാരനെ കാണാനുണ്ടാവില്ല. എന്നിട്ട് ഇവര് രാത്രിക്ക് രാത്രി രണ്ടുപേരും 2 സ്ഥലത്തേക്ക് ഈ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ആ കൂട്ടുകാരൻ അന്വേഷിച്ച് ഇങ്ങനെ എന്താ പറയാ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഓടി നടന്ന് അന്വേഷിക്കുന്ന ഒരു രംഗങ്ങളാണ് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചത്. ഇനി അയാളെ തിരികെ കിട്ടോ? അയാളെ നമ്മുടെ ശ്രീകാന്തിന്റെ കൂട്ടുകാര് കൊണ്ടുപോയോ? എന്നൊക്കെ ഒരു പിടിയില്ല ട്ടോ. ലാസ്റ്റ് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.